നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോസാണ്. ആരെല്ലാമാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് മസ്റ്ററിങ് ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ പോകുന്നത്. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, സേവനങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ആ നിയമമുണ്ടോ മറ്റു കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അവിടെല്ലാം പറയാനുള്ളത്, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ നാട്ടിൽ പല രൂപത്തിലുള്ള പെൻഷനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, കാർഷിക പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്ത ആളുകൾക്കുള്ള പെൻഷൻ, അതുപോലത്തെ വികലാംഗ പെൻഷൻ പോലത്തെ എല്ലാ പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കളും മസ്റ്ററിങ് എല്ലാ വർഷവും ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ 2019 മുതൽ എല്ലാ ആളുകളും പെൻഷൻ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെൻഷൻ വാങ്ങുന്ന വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പെൻഷൻ നൽകുന്ന സ്ഥാപനത്തിന്, അതായത് നമ്മുടെ പഞ്ചായത്തിന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഓരോ കൊല്ലവും മസ്റ്ററിങ് നടത്തുന്നത്. ഓരോ കൊല്ലവും മസ്റ്ററിങ് നടത്തുമ്പോൾ ഏകദേശം 80% ആളുകൾ മാത്രമാണ് മസ്റ്ററിങ് നടത്തുന്നത്. അതിൽ നിന്നും സർക്കാർ മനസ്സിലാക്കുന്ന കാര്യം, പെൻഷൻ വാങ്ങുന്ന 20% ആളുകളും അനർഹമായിട്ടായിരുന്നു പെൻഷൻ വാങ്ങിയത്. അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ അക്കൗണ്ടിൽ പെൻഷൻ വരുന്നുണ്ടായിരുന്നു. അത് നിർത്തലാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഓരോ വർഷവും മസ്റ്ററിങ് നടത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മെയ് മാസത്തിലായിരുന്നു മസ്റ്ററിങ് നടത്തിയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം സർക്കാർ അതിന് ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഇതുവരെ നൽകിയിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ ആധാർ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും സംശയമുണ്ടായിരുന്നു. ഇപ്പോഴും പല ആളുകളും ആധാർ കാർഡ് പുതുക്കാത്ത ആളുകളുണ്ട്. അവർക്കെല്ലാം മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ആദ്യമായി നോക്കാനുള്ളത്. ഈ സർക്കാരിൻ്റെ പഴയ ഉത്തരവ് തന്നെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പഴയ ഉത്തരവ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ആധാർ കാർഡ് കറക്റ്റായി നമ്മൾ പുതുക്കുകയും അതിൽ ബയോമെട്രിക് വിവരങ്ങൾ, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ എല്ലായ്പ്പോഴും വളരെ കൃത്യമായി തന്നെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. എന്നാൽ മാത്രമായിരിക്കും മസ്റ്ററിങ് അവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുക. പല ആളുകളും മസ്റ്ററിങ് എടുക്കുന്ന സമയത്തായിരിക്കും അവരുടെ ഫിംഗർ പ്രിൻ്റ് മെഷീനിൽ പതിയാത്ത പ്രശ്നം വരിക. അതിനൊരു പരിധിവരെ കാരണം അവരുടെ ആധാർ കാർഡ് യഥാസമയം പുതുക്കാത്തത് മൂലമാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ആധാർ കാർഡ് യഥാസമയം പുതുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇനി ആധാർ കാർഡ് ഇല്ലാത്തത്. അവർ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് എടുക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവർക്ക് ആവശ്യപ്പെടുക. അത് പഞ്ചായത്തിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അല്ലാത്ത ആളുകൾ അക്ഷയയിൽ നിന്നും മസ്റ്ററിങ് ചെയ്താൽ മാത്രം മതി. പിന്നീട് പല ആളുകൾക്കും സംശയമായിരുന്നു, അക്ഷയയിൽ നിന്ന് മസ്റ്ററിങ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു സ്ലിപ്പ് ഉണ്ടായിരുന്നു. ആ സ്ലിപ്പ് നമ്മൾ പഞ്ചായത്തിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള പോർട്ടലിൽ അത് രജിസ്റ്റർ ആവുകയും നമുക്ക് തന്നെ പിന്നീട് അത് നോക്കാനും സാധിക്കും. അതുപോലെ തന്നെ മസ്റ്ററിങ് ചെയ്യുന്ന ആൾ അക്ഷയയിൽ അതിനൊരു ഫീസ് നൽകേണ്ട ആവശ്യമില്ല. സർക്കാർ അവർക്കുള്ള ഫീസും മറ്റു കാര്യങ്ങളും ചെയ്യും. അതുപോലെ തന്നെ അക്ഷയയിൽ മാത്രമായിരിക്കും ഇതിന് സൗകര്യമുണ്ടാവുക. നമ്മുടെ നാട്ടിൽ പല ഓൺലൈൻ സെൻറ്ററുകളും അതുപോലെ തന്നെ CIC സെൻറ്ററുകളെല്ലാം ഉണ്ട്. പക്ഷേ അവർക്കൊന്നും മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ വർഷം ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. CIC കേന്ദ്രങ്ങൾ കൂടി മസ്റ്ററിങ് വേണമെന്നുള്ളത്. പക്ഷേ അവസാനം കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വിദേശത്ത് പോകുന്ന ആൾക്കാരെല്ലാം, അതുപോലെ കിടപ്പിലായ രോഗികൾ, ഇവരെല്ലാം എന്ത് ചെയ്യണമെന്നുള്ളതാണ്. കിടപ്പിലായ രോഗികൾക്ക് അക്ഷയയിൽ നിന്നും അതിൻ്റെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി അവിടെ മസ്റ്ററിങ് പൂർത്തിയാക്കും. എന്നാൽ വിദേശത്തുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവർ നേരിട്ട് തന്നെ അക്ഷയയിൽ എത്തിച്ചേരേണ്ട ആവശ്യമുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് താൽക്കാലികമായി അവരുടെ പെൻഷൻ തടയുകയും പിന്നീട് മസ്റ്ററിങ് വരുന്ന സമയത്ത് അവർക്ക് മസ്റ്ററിങ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ഏതായാലും ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായിട്ട് മസ്റ്ററിങ് എന്നാണ് തുടങ്ങുക എന്നുള്ളത് ഇതുവരെ അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ 2019 മുതൽ മെയ് ഏപ്രിൽ മാസങ്ങളിലായിരുന്നു മസ്റ്ററിങ് നടന്നിരുന്നത്. ഏതായാലും മസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരുങ്ങിയിരിക്കുക.
പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ആധാർ കാർഡ് പുതുക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. എന്നാൽ മാത്രമായിരിക്കും മസ്റ്റിംഗ് വരുന്ന സമയത്ത് മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.